എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള അഡ്മിഷൻ ഇന്ന് വൈകുന്നേരം അവസാനിക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഡ്മിഷൻ ഇന്ന് വൈകുന്നേരം 4 മണി വരെയാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നതും പിന്നീട് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതും ആയിരിക്കും. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് vhscap.kerala.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കാണാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീടുള്ള പേജിൽ നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് ചോദിക്കും. യൂസർ നെയിം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഈ ഒരു VHSCയിലേക്ക് അപേക്ഷിക്കുമ്പോൾ കൊടുത്ത മൊബൈൽ നമ്പറാണ് യൂസർ നെയിമായിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പാസ്വേഡ്, നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് മൊബൈൽ നമ്പർ നിങ്ങളുടെ ഇത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം, അത് കൃത്യമായിട്ട്, അതായത് ഇവിടെ കാണാം ഇംഗ്ലീഷ് അക്ഷരം, അത് കൃത്യമായിട്ട് കൊടുക്കുക. അത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെ റിന്യൂ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അത് നിങ്ങൾക്ക് ചേഞ്ച് ആവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് അവിടെ ചേഞ്ച് ആയിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഈ രീതിയിൽ കൃത്യമായിട്ട് കൊടുത്ത് വാലിഡേറ്റിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ചിലപ്പോൾ OTP വരും, അല്ലെങ്കിൽ സെൻഡ് OTP ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് OTP വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് OTP കൊടുക്കാനുള്ള ഭാഗം ഉണ്ടാകും. അല്ല, സെൻഡ് OTP ആണെങ്കിൽ സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്താലാണ് നിങ്ങളുടെ ഫോണിലേക്ക് OTP വരുള്ളൂ. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഫോണിലേക്ക് ഒന്ന് OTP കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാം. പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ 2 ബോക്സ് ഉണ്ടാകും. അതിൽ കൃത്യമായിട്ട് നിങ്ങളുടെ പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് അല്ലെങ്കിൽ സബ്മിറ്റ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ഓപ്ഷൻ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി നിങ്ങളുടെ പുതിയ പാസ്വേഡ് സെറ്റ് ആകും. അതിനുശേഷം യൂസർ നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ, രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ, പാസ്വേഡ്, അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് സെഷൻ കാണാം, നേരത്തെ പറഞ്ഞതുപോലെ അതുകൂടി കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അങ്ങനെയെങ്കിൽ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് മനസ്സിലാക്കാം. അതുപോലെ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അതേസമയം നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്നാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് കിട്ടിയിട്ടുള്ള ഓപ്ഷനിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല എന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ മുമ്പോ അല്ലെങ്കിൽ ഇപ്പോഴോ, അതായത് ഈ ഒരു നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നിങ്ങൾ മുമ്പ് നേടിയിട്ടുണ്ട്, എന്നാൽ ഈ ഒരു അലോട്ട്മെൻറ്റ് പുതുതായിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ അവിടെ ടെമ്പററി അഡ്മിഷൻ നേടിയ സ്കൂളിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ടെമ്പററി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും സീറ്റ് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കണം, ഇല്ലെങ്കിൽ ആ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിലും, അതുപോലെ പുതുതായിട്ട് ഹയർ ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിലും ആ ഒരു പുതുതായിട്ട് കിട്ടിയ ആ ഒരു ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അങ്ങനെ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും പുറത്താക്കും. അതുപോലെ തന്നെ കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റ് കൂടി നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വെബ്സൈറ്റ് വഴി ഈ ഒരു നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 4 മണി വരെയാണ് ഇതിൻ്റെ അഡ്മിഷൻ, അതായത് ഈ ഒരു VHSCയുടെ അഡ്മിഷൻ ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിലവിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥിരപ്രവേശനമാണ് നേടേണ്ടത്. ഈ ഒരു 3ാം അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം അനുവദനീയമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ, അതായത് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്നാണെങ്കിൽ ഇത്തരം വിദ്യാർത്ഥികൾക്ക് പുതിയ അലോട്ട്മെൻറ്റ് സ്ലിപ്പിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ റിപ്പോർട്ട് ചെയ്ത് സ്ഥിരമായിട്ടുള്ള പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും പുറത്താക്കുന്നതാണ്. തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടുള്ള അലോട്ട്മെൻറ്റും റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അഡ്മിഷൻ എടുക്കാനായിട്ട് പോവുക. ഇനി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ആദ്യം വേണ്ടത് SSLCയുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതായത് ഒറിജിനൽ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കാണ് SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണ്ടത്. അല്ലാതെ ഒറിജിനൽ കിട്ടിയവരാണെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് തന്നെ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ, അതുപോലെ തന്നെ നിങ്ങളുടെ TC, അതുപോലെ തന്നെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ബോണസ് പോയിൻ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ടൈ ബ്രേക്ക് എന്ന് പറയുമ്പോൾ ക്ലബ്ബ്, അതുപോലെ തന്നെ ഈ ഒരു NTSC, NMMS, അതുപോലെ LSS, USS ഇതുപോലുള്ള വിവിധ പരീക്ഷകളുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടാകും, അതാണ് ടൈ ബ്രേക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങൾ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, EWS വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു 2 ഫോട്ടോ വേണം. അതുപോലെ തന്നെ പിന്നീട് വേണ്ടത്, അതായത്
ചില സ്കൂളിൽ നിന്ന് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷനിലെ ഡോക്യുമെൻറ്റ്സ് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ചില സ്കൂളിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് പകരം നിങ്ങൾ റേഷൻ കാർഡും അതിൻ്റെ കോപ്പിയും എടുക്കുക. റേഷൻ കാർഡിൻ്റെ കോപ്പി മാത്രം സ്കൂളിൽ കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് വേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുകൂടാതെ തന്നെ വേറെ എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിസർവേഷൻ്റെ ഡോക്യുമെൻറ്റ്സുകൾ എടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.